ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വളരെ സുപരിചിതമായ ഒരു വാക്യമാണ് ഇന്നത്തെ ധ്യാനത്തിനായി വായിക്കുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം സ്തോത്രം 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ച് കേൾക്കുവാൻ പോകുന്നത്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ധന്യനായ പൗലോസ് പൗലോസ് ആരായിരുന്നെന്നൊക്കെ നിങ്ങൾക്കറിയാം. ഞാൻ അതൊന്നും ഇനി നീട്ടി പ്രസംഗിക്കുന്നില്ല. ഒരു കാലത്ത് സഭയെ ഉപദ്രവിച്ചവൻ, സഭാഹോള് പൂട്ടിച്ചവൻ, പ്രാർത്ഥിക്കുന്നവരുടെ മുടിക്കുത്തെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയവൻ, ആരാധന നിർത്തിച്ചവൻ. ആ പൗലോസിനെ ദൈവം ഒന്ന് സന്ദർശിച്ചു. സ്തോത്രം. ദൈവം സന്ദർശിച്ചപ്പോൾ ഇവൻ ഓടിയ ഓട്ടത്തിൻ്റെ റൂട്ട് മാറി. ഇതുവരെ മുടിക്കാൻ ഓടിയെങ്കിൽ ഇപ്പം സഭ വളർത്താനാണ് ഓടുന്നത്. സ്തോത്രം. ഞാൻ പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരാശയം നിങ്ങളോട് പറയാം. സ്കൂട്ടറും കാറും ലോറിയും ബസ്സും ഒക്കെ ഓടുന്ന ഒരു റോഡുണ്ട്. അതിലേക്കൂടെ ഒരിക്കലും ട്രെയിൻ ഓടത്തില്ല. സ്തോത്രം. ട്രെയിൻ ഓടുന്ന റോഹാമി പാളത്തെ കൂടെ ബസ് ഓടുകയില്ല. ബസ് ഓടുന്ന റോഡിൽ കൂടെ ട്രെയിനും ഓടുകയില്ല. എന്നാൽ ബസ്സും ട്രെയിനും ഓടുന്ന പോലെ അല്ല ഫ്ലൈറ്റിൻ്റെ റൺവേ. അവിടെ ഫ്ലൈറ്റ് മാത്രമേ ഓടൂ, വേറൊന്നും ഓടുകയില്ല. അതുകൊണ്ട് ലോകത്തിൽ മനുഷ്യർ ഓടുന്ന പോലെ അല്ല ദൈവമക്കളുടെ ഓട്ടം. അവർക്ക് ഓടാൻ ഒരു പ്രത്യേക ട്രാക്കുണ്ട്. അതിനകത്തൂരി അവിടെ ഓടത്തുള്ളൂ. ഇവിടെ പൗലോസ് ഈ 14-ാമത്തെ വാക്യത്തിൽ സ്തോത്രം വെളിപ്പെടുത്തുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാനൊരു ഓട്ടക്കളത്തിലാണ്. എവിടുന്ന് എവിടത്തേക്കുള്ള ഓട്ടം? സ്തോത്രം. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച നാൾ മുതൽ നിത്യതയിൽ എത്തും വരെയുള്ള ഒരു ഓട്ടത്തിലാണെന്ന് പൗലോസ് വെളിപ്പെടുത്തുക. ആ പൗലോസിൻ്റെ ഓട്ടത്തിൻ്റെ പ്രത്യേകത, പിമ്പിലുള്ളത് മറന്നിട്ട് മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞോണ്ടാ ഓട്ടം. എന്നിട്ട് പൗലോസ് പറയുക, ആ ഓട്ടം എവിടാന്നറിയാമോ? ക്രിസ്തുയേശുവിൽ പരമവിളിയുടെ ലാക്കിലേക്ക് ആ ഓട്ടം. ഇത്രയും പറയുമ്പോൾ ഇന്നത്തെ ദൂത് തീരും. ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പിയ സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുക. ഇത് കാരാഗ്രഹ ലേഖനമാണ്. പൗലോസ് കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് ഒരു മനുഷ്യന് ഒരിക്കലും എഴുതാത്ത, കാരാഗ്രഹത്തിൽ കടന്ന ലേഖനം എഴുതാറില്ല സാധാരണ. നമുക്കൊരു പ്രശ്നം വന്നാൽ പിന്നെ ബൈബിൾ വായിക്കുമോ നിങ്ങൾ അന്നേരം? എൻ്റെ ബ്രദറെ ഒന്നിനും ഒരു മൂഡില്ല. സ്തോത്രം. ചുമ്മാ ഒരു പ്രശ്നം വന്നാൽ മതി. പ്രശ്നം വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുമോ? ഫോൺ വിളിച്ച് പറയും, ഏലിയമ്മ ആൻറ്റി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ സ്തോത്രം മറ്റൊന്നിനുമല്ല, ഇവർക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു 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 നല്ല ഒരു ആത്മീക അന്തരീക്ഷം കിട്ടുന്നില്ല. അപ്പം മറ്റുള്ളവരോട് നമ്മൾ പ്രാർത്ഥന ചോദിക്കും. പക്ഷേ ഇരുമ്പഴികൾക്കകത്ത് പൗലോസ് കടന്നുകൊണ്ട് ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അതിലെ കാതലായ വാക്ക് കേട്ടോ, കർത്താവിൽ എപ്പോഴും ഈ 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അപ്പം മനസ്സിലാവും നിങ്ങൾക്ക്. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പീൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. പൗലോസ് പറയാ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് എന്തില്ല? മടുപ്പില്ല.